ആഞ്ഞൊരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം ഒന്നാകെ വെള്ളത്തിനടിയിലാവും. ഈ ദുരവസ്ഥ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ ഗതി ദുർഗതിയാണ്. എണ്ണമറ്റ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ജലരേഖ. 3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ സ്മാർട്ട് സിറ്റിയിലെ മനുഷ്യർ സ്മാർട്ടായി വെള്ളക്കെട്ടിലാവും. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വാണിജ്യ കമ്പോളമായ ചാലയെ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വെള്ളക്കെട്ടിൽ മുക്കിയാൽ എന്താകും? അതുതന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ജനങ്ങൾ വെള്ളക്കെട്ടിൽ കൈയും കാലുമിട്ടടിക്കുമ്പോഴും നഗരഭരണകൂടം മൗനത്തിലാണോ? തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ കണ്ണു തുറന്നൊന്ന് കാണണം. വെറുതെ രസത്തിന് പുഴയിലോ കുളത്തിലോ മുങ്ങി കുളിക്കുന്നതല്ല ഈ ദൃശ്യങ്ങൾ. ഭരണയന്ത്രത്തിന്റെ ശിരസ് കറങ്ങുന്ന തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിൽ വെള്ളക്കെട്ടിൽ മനുഷ്യർ വീഴുകയാണ്. ആർക്കാണ് ഉത്തരവാദിത്തം? മൂന്ന് ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്തത്. സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ആയിരക്കണക്കിന് മനുഷ്യർ അന്നത്തിനും ഉപജീവനത്തിനും വരുന്ന ചാല മാർക്കറ്റിലെ ഇന്നത്തെ കാഴ്ചയാണിത്. വീട്ടിലേക്കുള്ള പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിലെത്തിയ സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഈ ഗതി. ഒരൊറ്റ രാത്രി പെയ്ത മഴയിൽ ചാലയിലെ കുത്തുവാൾ സ്ട്രീറ്റ് ഉൾപ്പെടെ പല റോഡുകളും വെള്ളക്കെട്ടിലായി. മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കേണ്ട അവസ്ഥയുണ്ടായി തലസ്ഥാനവാസികൾക്ക്. അതേ വെള്ളത്തിൽ എലിയും പൂച്ചയും ചത്തുപൊങ്ങി ഒഴുകി നടക്കുന്നു. ഓടമൊന്നും പണിഞ്ഞിട്ടില്ല, അതാ നടക്കാൻ പറ്റണില്ല. എല്ലായിടവും വെള്ളം തന്നെ. ആറ്റിലുള്ള വെള്ളം ഓട വഴി കയറി ഇങ്ങനെ വന്നാണ് ഇതത്രയും നിറയുന്നത്. വെള്ളം പോകാൻ സാധ്യതയില്ല, അത്ര തന്നെ. കൂടുതൽ വലഞ്ഞത് ചാലയിലെ വ്യാപാരികളാണ്. കടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറിയപ്പോൾ പലിശക്കെടുത്ത് വാങ്ങിവെച്ച സാധനങ്ങൾ നശിച്ചു, പലതും ഒലിച്ചുപോയി. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ. ഗതാഗതവും ചരക്ക് നീക്കവും മുടങ്ങി. വെള്ളക്കെട്ടിൽ ആളുകളുടെ വരവ് നിലച്ചതോടെ കച്ചവടവും വെള്ളത്തിലായി. ഇവിടെ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കച്ചവടം പാടെ കുറഞ്ഞു. വെള്ളം പുറത്തിറങ്ങാൻ പറ്റില്ല, നമുക്ക് മുട്ടുവരെ വെള്ളമാണ്. ഇത് മഴയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു മുമ്പുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ചെറുമഴയിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ചാല മുങ്ങാൻ കാരണമെന്ത്? ഒരു സംശയവും വേണ്ട. യാതൊരു ആസൂത്രണവുമില്ലാതെ നടത്തിയ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണമാണ്. അതുമാത്രമല്ല, സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ സർക്കാരും നഗരസഭയും ജനങ്ങളെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള റോഡ് പണികൾ ഇഴഞ്ഞു നീങ്ങുന്നത് തലസ്ഥാന നഗരത്തിൽ വെള്ളം കയറുന്നതിന് ആക്കം കൂട്ടി. ചാറ്റൽ മഴയിൽ കുളമായി കിടന്നിരുന്ന റോഡുകൾ മഴ ശക്തമായതോടെ തോടാകുന്ന കാഴ്ചയായി. പണിക്കായി കുഴിച്ചിട്ടതോടെ പലയിടത്തും റോഡ് കുഴികളായി. ഓടയുടെ പണി നടക്കുന്നതിനാൽ വെള്ളമൊഴുകാത്ത സ്ഥിതിയായി പലയിടത്തും. ഓവുചാലുള്ളിടത്ത് തന്നെ റോഡ് പണി കാരണം അടഞ്ഞു വെള്ളമൊഴുകാത്ത അവസ്ഥയുണ്ടായി. 2017 പണി തുടങ്ങിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇനി തീരാനുള്ള 28 റോഡുകളിൽ 20 എണ്ണം വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയാണ്. ജോലിയാണ്. ഞങ്ങൾക്കൊരു ചാക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് അകത്ത് വന്നൊന്ന് നോക്കണം. മാസം 6-8 ആയില്ലേ, ഇതറിയ പൊളിച്ചിട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് വിടുന്ന് തീരുന്നതിന് ശേഷം ഇവർ ശരിയാക്കോളാം. അട്ടകുളങ്ങരയിലെയും ചാലയിലെയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചു. പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമായ കൊത്തുവാൾ സ്ട്രീറ്റിൽ എത്തിയില്ല, ചാലയ്ക്കുള്ളിൽ കയറിയില്ല. ആരെയോ ബോധിപ്പിക്കാനെന്നോണം പ്രതിഷേധമില്ലാത്തിടത്ത് 5 മിനിറ്റ് നീളുന്ന സന്ദർശനം. വെള്ളക്കെട്ടിന് പരിഹാരം എങ്ങനെ കാണുമെന്ന് ചോദിച്ചപ്പോൾ മൗനം. എന്താണ് ഈ വിഷയം? ആളുകൾ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? പക്ഷേ നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ നഗരസഭാ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും തേടി. ചാലയിൽ മാത്രമല്ല, മുട്ടത്തറ, ആര്യൻകുഴി, വള്ളക്കടവ്, ചാക്ക ഭാഗങ്ങളിലും വെള്ളം കയറി. എന്തിനേറെ, ടെക്നോ നഗരം പോലും വെള്ളത്തിലായി. കഴക്കൂട്ടത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ഇപ്പോഴും വെള്ളമിറങ്ങിയിട്ടില്ല. ഒരൊറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന നഗരാസൂത്രണമാണ് തിരുവനന്തപുരത്തെങ്കിൽ ഉത്തരവാദി മേയറാണ്, സർക്കാരാണ്. മനുഷ്യനെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ട നഗരഭരണകൂടം മൗനത്തിലാണ്. പെരുമഴയാണ് വരാൻ പോകുന്നത്. കരം മേടിക്കുന്ന കാശിനെങ്കിലും പ്രതിബദ്ധത കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരോട് എന്തോന്ന് പറയാനാണ്? ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
നഗരവാസികളുടെ ജീവിതം ദുരിതപർവ്വത്തിലാണ് എന്ന് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അശാസ്ത്രീയമായ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണമാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാർ വിളിച്ചു പറയുന്നത്. അവരുടെ രോഷ പ്രകടനങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും നമ്മൾ കടന്നിരുന്നു. ഇപ്പോൾ തോണ്ടി ഇവിടെ അവിടെ എല്ലാം കൂടെ നാശമാക്കിയപ്പം റോഡിൽ വെള്ളപ്പൊക്കവും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കാനും ഒക്കുന്നില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഇഷ്ടംപോലെ കംപ്ലീറ്റ് വെള്ളം കയറി 50,000 സാധനം നഷ്ടമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഇട്ടിട്ട് തന്നെ ഒരു 5-6 മാസം ഇതുവരെ ഒരു അനക്കമില്ല. ഇത് ഇപ്പോഴൊന്നും ആകൂല, എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതലാകുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, വണ്ടിയൊക്കെ വരാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പല പ്രാവശ്യം നടന്നിട്ടുള്ള സംഭവം ഇവിടെ. ഇതിപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളം ഇവിടെ കെട്ടി കയറുന്നത്. ബുദ്ധിമുട്ടാണ്, വണ്ടിയൊക്കെ വരാൻ പാടാണ്, ഓട്ടോ ഒന്നും വരാൻ നിവർത്തിയില്ല. നമ്മൾ ചുമന്ന കോവിലിൻ്റെ അതുവരെ കൊണ്ടുപോകണം, എങ്കിൽ കിട്ടും. ഇപ്പം തന്നെ ഈ തവണ തന്നെ അങ്ങനെ ആയത്. തോണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി. ഇതുവരെയും ഒരു സംവിധാനം. അപ്പുറത്തെ കടയെല്ലാം പൊളിഞ്ഞാണ്. കുറച്ച് മുമ്പോട്ട് പോയെന്നെ കാണാം, ഇഷ്ടംപോലെ കടയൊക്കെ പൊളിഞ്ഞ് കിടക്കും. ഇത് എത്ര കാലം കൊണ്ട് ഇങ്ങനെ കിടക്കണേ, നിങ്ങൾ എത്രയോ പ്രാവശ്യം കാണിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇനി ഒരു മഴ പെയ്ത സുഖമുണ്ട്. 2 കൗൺസിലർമാരൊക്കെ വന്ന് നോക്കിയിട്ട് പോയിരിക്കുന്നു. പണിയുടെ ഇതെന്തെങ്കിലും അവർ പറയാമെന്ന് പറഞ്ഞിരിക്കും. നല്ല അവസ്ഥയാണ്, നല്ല വെള്ളപ്പൊക്കം, നടക്കാനൊന്നും വയ്യ, വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുക, നല്ല ബുദ്ധിമുട്ടാണ്.